Beats by Dallas, make it hurt. ഹലോ ഹായ്. അപ്പം ഞങ്ങളിതാ ഇന്ന് ഒരു സിനിമ കാണാൻ വേണ്ടി പോവാണ്. കുറേ നാളായി ഒരു സിനിമ നമ്മൾ കാണാൻ പോയിട്ടല്ലേ ചായ. ഉള്ളൊഴുക്കെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മലയാളം മൂവിയാണ്. നമ്മുടെ ഊർവശി ചേച്ചിയുടെയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാർവതിയുടെയൊക്കെ ഒരു മൂവിയാണ്. നമ്മൾ അത് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ കാണണമെന്ന് തോന്നി. ആക്ച്വലി മിക്ക സിനിമകളും ഞങ്ങൾ എല്ലാ സിനിമയും പോയി കാണുന്നത് അങ്ങനെ റിവ്യൂ ഒന്നും പറയുന്ന ആൾക്കാരൊന്നും അല്ല. ട്രെയിലറൊക്കെ കാണുമ്പോൾ നമുക്ക് കാണാൻ തോന്നുമല്ലോ. എന്താ പറയണത്, അത് അങ്ങനത്തെ പടങ്ങളാണ് പോയി കാണുന്നത്. കണ്ടു കഴിഞ്ഞിട്ട് ഒട്ടും കൊള്ളില്ലെങ്കിൽ ഞാൻ ഒരിക്കലും അത് റിവ്യൂ ചെയ്യത്തുമില്ല. കൊള്ളാമെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യും. ആവറേജ് ആണെങ്കിൽ ഞാൻ ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊക്കെ സാധാരണ ആൾക്കാരാണ്. അപ്പം നമുക്കെന്ന് പറയണത് നമ്മുടെ സമയവും പിന്നെ പണമൊക്കെ മൂല്യമുള്ളതാണ്. അപ്പം നമ്മളിപ്പം എല്ലാ പടങ്ങളും അങ്ങനെ പോയി കാണണം അങ്ങനെയുള്ള ആളാണ് ഞാൻ. സാധാരണ ആൾക്കാരാണ്. അപ്പം നമുക്ക് കാണണം എന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾ ഫിലിം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. നല്ല സിനിമകൾ ഒരുപാട് എൻജോയ് ചെയ്ത് കാണുന്ന ആൾക്കാരാണ്. സോ അങ്ങനെ സിനിമകൾ വരുന്ന സമയത്ത് നമുക്ക് ട്രെയിലർ കാണുമ്പോൾ ഇത് കാണണം തോന്നും. നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു തോന്നും ഗൈസ്. അപ്പം നമ്മൾ പോയി കാണും. അപ്പം അങ്ങനെ ഇത് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒന്ന് പോയി കാണണം എങ്ങനെയാണെന്നൊക്കെ. അപ്പം കണ്ടിട്ട് എങ്ങനെയാണെന്നുള്ള അഭിപ്രായം പറയാം. എന്തായാലും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള അന്നും ഇന്നും എന്നും ആക്ട്രസ്സാണ് ഊർവശി. എനിക്ക് തോന്നുന്നു അത് മിക്കവരുടെ എങ്ങനെ തന്നെ ആയിരിക്കും. ഈവൻ പഴയ സിനിമകളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുറേ ലിസ്റ്റുകളുണ്ടെന്ന് പറഞ്ഞല്ലോ. കുറേ ഇങ്ങനെ ഞാൻ ഈ വിശ്രമവേളകളിരുന്ന് കാണുന്ന പടങ്ങൾ അത് മിക്കതും ഊർവശിയുടെ പടങ്ങളാണ്. കാരണം ഊർവശിയുടെ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു നോട്ടം, ഓട്ടം, ചിരി എല്ലാം എന്ന് പറയുന്നത് ഭയങ്കര കിടിലമാണ്. അതിപ്പോൾ പോലും ആ ഒരു എന്താ പറയണത്, ഊർവശിയുടെ ആ ഒരു മൈന്യൂട്ട് എക്സ്പ്രഷൻ എന്ന് പറയണത് അടിപൊളിയാണ്. അപ്പൊ ഇതിൽ ഊർവശി മെയിൻ കഥാപാത്രം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ കാണാതിരിക്കും? നമ്മുടെ ഊർവശിയുടെ അല്ലേ? അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ അതിൽ നമ്മൾ ആ ഒരു ട്രെയിലർ കാണുമ്പോൾ നമുക്കൊരു എന്താണത് പോയി കാണണം എന്നുള്ളൊരു ഇത് തോന്നും. റിവ്യൂ ഞാൻ അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ഒരു കൊച്ചു ഷോർട്ടായിട്ടുള്ള വീഡിയോ എന്തെങ്കിലും ഇടാം. എന്താണ്, നിങ്ങൾക്ക് സിനിമ കാണണമെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. കാരണം ഇതൊരു വ്ളോഗായിട്ട് ചെയ്യുന്നതാണ് ഇന്നത്തെ ദിവസം. സിനിമയും കണ്ടിട്ട് വേറെ എന്തെങ്കിലും ഇതുവരെ പ്ലാനൊന്നും ഇല്ല. എനിക്ക് 1-2 തുണി എടുക്കണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നത് നടക്കുന്നില്ല. ഞാനിപ്പോൾ എൻ്റെ സൗണ്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? അത് ഞാനൊരു പനിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ എണീറ്റതാണ്. ഇപ്പം പനിയൊക്കെ മാറി ഒരു ഇത് ഓക്കെ ആയി. അപ്പം ഫസ്റ്റ് പുറത്തോട്ട് ഇറങ്ങുന്നു. കാരണം പനിയായിട്ട് വീട്ടിൽ തന്നെ ആയിരുന്നു കുറച്ച് ദിവസം. അപ്പം അങ്ങനെ പുറത്തോട്ട് എന്താ പറയുക ഒന്ന് ഇറങ്ങണ ഒരു ദിവസമാണ്. അതുകൊണ്ട് മൂക്കടപ്പ് ഇതുവരെ മാറിയിട്ടില്ല. അതിങ്ങനെ അടഞ്ഞു തന്നെ ഇരിക്കുന്നു. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം 11:30 ആർടെക് മോളിലാണ് ഇത് ഈ സിനിമ ഉള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഏകദേശം കറക്റ്റ് സമയത്ത് എത്തി. ഇന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയി. സാധാരണ നമ്മൾ എപ്പോഴും ഒരു 15 മിനിറ്റ് മുന്നേ നമ്മൾ ഷോയ്ക്ക് മുന്നേ നമ്മൾ അവിടെ എത്തും, തിയേറ്ററിൽ എത്താറുണ്ട്. കാരണം എനിക്കാണെങ്കിൽ ഇച്ചാനാണെങ്കിലും ഒരു സെക്കൻഡ് പോലും അത് ഈ ഒരു സിനിമ തുടങ്ങിയിട്ട് കയറുന്നത് ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ്. രണ്ടുപേർക്കും അങ്ങനെ തന്നെ. എന്തോ ഭാഗ്യത്തിന് അങ്ങനെ നമ്മൾ രണ്ടുപേരും അങ്ങനെ ആയിപ്പോയി. പക്ഷെ ഇന്ന് എനിക്ക് എൻ്റെ കുഴപ്പം കൊണ്ട് തന്നെ ഗൈസ്, എൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് കുറച്ചൊന്ന് ഡിലേ. കാരണം രാവിലെ എണീറ്റിട്ട് ആ ഒരു നമ്മൾ അങ്ങനെയാണല്ലോ, ഒരു കുറച്ച് ദിവസം നമ്മൾ വയ്യാണ്ടൊക്കെ കിടന്നിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകാൻ ഇറങ്ങുമ്പോൾ ഭയങ്കര എനിക്ക് വയ്യ സിനിമ കാണുന്നുണ്ട്. പക്ഷെ അയ്യോ എനിക്ക് വയ്യ എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ ഇങ്ങനെ ഉള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു സ്ലോ ആയിരുന്നു മൊത്തത്തിൽ. അങ്ങനെ എനിക്ക് നിൽക്കുകയാണ്. തൊണ്ടയൊക്കെ അടഞ്ഞ് ഒരുപാട് പരിപാടി. ഇനി അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിക്കാം കേട്ടോ. അപ്പം ഉള്ളൊഴുക്ക് മൂവി ഞങ്ങൾ കണ്ടിറങ്ങി. സിനിമയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു വെക്കുക കേട്ടോ. പടം അടിപൊളിയാട്ടോ. നല്ല എന്താ പറയണത്, ഒരു എന്താ പറയുക, ഭയങ്കര ട്വിസ്റ്റും ടേംസും കാര്യങ്ങളൊന്നും അല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഊർവശിയുടെ അഭിനയം, ഊർവശിക്കൊപ്പം തന്നെ പാർവതി നിന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം. ഊർവശി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ട്രസ്സാണ്. അടിപൊളിയായിട്ട് അഭിനയിച്ചു, നന്നായിട്ട് അഭിനയിച്ചു.
എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സിനിമ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് MOTയിലാണ്, മാൾ ഓഫ് ട്രാവൻകൂർ. പോയതിന് മെയിൻ കാര്യം എന്ന് പറയുന്നത് ഉച്ചത്തെ ഫുഡ് അടിക്കാനാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടുത്തെ ആസാദിലെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഉച്ചത്തെ ഒരു മട്ടൻ ബിരിയാണി, അതുപോലെ തന്നെ ഫിഷ് കറി വിത്ത് മീൽ അടിപൊളിയാട്ടോ. ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്യണം. പ്രത്യേകിച്ച് ഈ ഒരു MOTക്കകത്തുള്ള ആസാദ് അടിപൊളിയാണ്. ഒരു ഡൈനിങ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇച്ചാൻ ഒരു മട്ടൻ ബിരിയാണിയും ഞാൻ ആസ് യൂഷ്വൽ ഒരു ഫിഷ് കറി വിത്ത് മീലാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കറികൾ എന്ന് പറയുന്നത് ഈ കപ്പ പുഴുങ്ങിയത്, സാമ്പാർ, ഒരു അടപ്രഥമൻ, മാമ്പഴ പുളിശ്ശേരി, പിന്നെ അവിയൽ, ക്യാരറ്റ് തോരൻ, പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു നെയ്മീൻ കറിയാണ് കേട്ടോ. അടിപൊളിയായിട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവിടെ നിന്ന് കഴിച്ചിട്ട് പലതവണ ഞാൻ വീട്ടിൽ പോയി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു ടേസ്റ്റിൽ കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു തേങ്ങാപ്പാലൊക്കെ ആഡ് ചെയ്യുമെന്ന് തോന്നുന്നു. അടിപൊളിയാണ്. പിന്നെ നല്ല ക്വാളിറ്റിയിൽ നല്ല ക്വാണ്ടിറ്റിയിലാണ് ഇവർ ഫുഡ് തരുന്നത്. പിന്നെ ഈ ഒരു എന്താ പറയണത് മട്ടൻ ബിരിയാണി അടിപൊളിയാണ്. ഈച്ചാന് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ മട്ടൻ ബിരിയാണി. ഇതിൻ്റെ കൂടെ ഒരു ഡേറ്റ്സിൻ്റെ പിക്കിൾ വരും, അതും അടിപൊളിയാട്ടോ. ഞാനത് എടുത്ത് കഴിക്കാറുണ്ട്. പിന്നെ അതുകൊണ്ട് മട്ടൻ്റെ ആ ഒരു ജ്യൂസിനെസ് നോക്ക്, നല്ല ഫ്രഷാണ്. മീനാണെങ്കിലും നല്ല ഫ്രഷ് ആയിട്ടുള്ള നെയ്മീനാണ്. എനിക്ക് ഇവിടെ പോയപ്പോഴെല്ലാം എനിക്ക് കിട്ടിയിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള നെയ്മീൻ കറിയാണ്. എൻ്റെ പ്ലേറ്റ് നോക്കിയാൽ ഞാനിങ്ങനെ വടിച്ച് വെച്ചിരിക്കുകയാണ്. അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ളതാണ് ഞാൻ ഇത്രയും ഫുള്ളും കഴിക്കുന്നത്. പിന്നെ ചോറ് ഒരുപാട് ബാക്കിയുണ്ടായിരുന്നു. അപ്പം ഇച്ചാൻ ബാക്കി ചോറും കറികളൊക്കെ ഇച്ചാൻ എടുത്തു. കാരണം മീൻ കറിയൊക്കെ നല്ല ക്വാണ്ടിറ്റിയിലാണ് അവർ തരുന്നത്. അപ്പോൾ ബാക്കി ബിരിയാണി ഞങ്ങൾ പാർസൽ ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ പറ്റില്ല. അപ്പം അത് പാർസൽ ചെയ്തു. പിന്നെ ഒരു ലൈം ജ്യൂസും കൂടെ കുടിച്ച് ഞങ്ങളുടെ ഉച്ചത്തെ ഭക്ഷണം ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഈ ആസാദ് തരുന്ന ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനത് കഴിക്കാറുണ്ട് കേട്ടോ. ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചെറിയൊരു അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അപ്പോൾ ഷോപ്പിങ്ങിനിടെ ഇച്ച നൈസായിട്ട് സ്കൂട്ടായി. അപ്പോൾ പറഞ്ഞു ബാക്കി ഷോപ്പിംഗ് നീ ചെയ്തു, ഞാൻ താഴെ പോയി ഒരു ഫുൾ ബോഡി മസാജ് എടുക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇച്ചായും ഫുൾ ബോഡി മസാജൊക്കെ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫുൾ ബോഡി മസാജ് അത്രത്തോളം ഇഷ്ടമല്ല. എനിക്ക് ഒരു തവണ ചെയ്തപ്പോൾ തന്നെ മതിയായി. എനിക്ക് ഭയങ്കര പെയിനായിട്ട് തോന്നി. പക്ഷേ ഇച്ചാന് ഭയങ്കര ഇഷ്ടമാണ്. ഇച്ചാൻ പറയാറുണ്ട് ഇച്ചാന് ഭയങ്കര ഒരു ശരീരമൊക്കെ നല്ലൊരു ഫീല് കിട്ടാറുണ്ട്, നല്ലൊരു സുഖമാണെന്ന് ഇച്ചാൻ പറയും. പക്ഷേ എനിക്ക് ഭയങ്കര പെയിനായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഇച്ചാൻ അങ്ങനെ ഫുൾ ബോഡി മസാജൊക്കെ ചെയ്ത് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ മാളിൽ നിന്ന് ഇറങ്ങി. എന്താ പറയണത്, ഇപ്പം ഞങ്ങൾ കല്യാണിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് 1-2 തുണികൾ എടുക്കണം, ലൈനിങ് എടുക്കണം, പിന്നെ ബ്ലൗസിൻ്റെ 1-2 മെറ്റീരിയൽ എടുക്കണം. അപ്പം അതിനായിട്ട് കല്യാണിൽ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു മാരക ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. എന്താ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച്, തുണി മെറ്റീരിയൽസാണ് കൂടുതൽ മേടിച്ചത്. അപ്പോൾ എനിക്ക് അകത്ത് നിന്ന് ഷൂട്ട് എടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞാനും കുറച്ച് ഹറിബറിയായിരുന്നു. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഞാൻ എന്തൊക്കെ എടുത്തു എന്നുള്ളത് കാണിക്കാം കേട്ടോ. അപ്പം ഞങ്ങൾ വീട്ടിൽ വന്ന് ഒന്ന് സെറ്റായതിനു ശേഷം നിങ്ങൾക്ക് കല്യാണിൽ നിന്ന് ഞാൻ മേടിച്ചിട്ടുള്ള സാധനങ്ങൾ ഒന്ന് കാണിക്കാമെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, എനിക്ക് 1-2 ടോപ്സിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ, ബ്ലൗസിൻ്റെ പീസസ് അങ്ങനെയൊക്കെയാണ് മേടിച്ചത്. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്കൊന്ന് ഇച്ചാനും ഇത് കണ്ടില്ല. ഇച്ചാൻ കാറിനകത്തിരുന്ന് ഇപ്പോൾ ഉറക്കമായിരുന്നു. ഞാനാണ് പോയി മേടിച്ചിട്ട് വന്നത്. അപ്പം ഇച്ചാനും ഇപ്പോഴാണ് കാണാൻ പോകുന്നത്. ഞാൻ ആക്ച്വലി അതിനകത്ത് വെച്ച് എടുക്കണമെന്നൊക്കെ വിചാരിച്ചാണ്. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. എനിക്ക് എടുക്കാനായിട്ടുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയെങ്കിലും എടുത്ത് പെട്ടെന്നൊന്ന് ഇറങ്ങണം, മഴയ്ക്ക് മുന്നേ വീട്ടിൽ വരണം, അങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിലാണ്. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് വേണ്ട ഇതാണ്. ഇതാണ് ഫസ്റ്റ് മെറ്റീരിയൽ. കാണാൻ പറ്റുന്നുണ്ടോ? ഈ ലൈറ്റ് വേണമെങ്കിൽ ഇതുകൂടെ എണ്ണം കിട്ടും. കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഒരു ബോട്ടിൽ ഗ്രീനിൽ ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റ് വരുന്ന ടൈപ്പാണ്. ഇത് ഞാൻ ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തതാണ്. എനിക്ക് ഈ ഷെയ്ഡ് ഇല്ല. പിന്നെ എനിക്ക് ഫ്ലോറൽ പ്രിന്റിനോട് ഇപ്പം എനിക്ക് ഭയങ്കര ഒരു തരം ഇഷ്ടമാണ്. ഇതൊരു ബോട്ടിൽ ഗ്രീൻ ആണ്. പക്ഷെ ഇതിൽ എങ്ങനെയാണ് കിട്ടണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ്. ബ്ലാക്ക് ആയിട്ടായിരിക്കും തോന്നുന്നു അല്ലേ ഇതിൽ കിട്ടണത്? നല്ല ബോട്ടിൽ ഗ്രീൻ ആണ്. ഇതൊക്കെ ഒരു അറൗണ്ട് ഒരു 150-200 റുപ്പീസിനകത്തേ ഉള്ളൂ മീറ്ററിനൊക്കെ. പിന്നെ അതിൻ്റെ തന്നെ ഒരു നല്ല മെറൂൺ ഷെയ്ഡ്. എനിക്ക് നിലവിൽ ഇല്ലാത്ത ഷെയ്ഡാണ്. പിന്നെ ഇത് ഫ്ലോറൽ പ്രിന്റ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു അതും എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ബോട്ടിൽ ഗ്രീനിന്റെ അതേ പ്രിന്റ് തന്നെ, പക്ഷെ ഡാർക്ക് നല്ല മെറൂൺ ആയിട്ടുള്ള. സെക്കൻഡ് ഇതെല്ലാം ടോപ്പ്, ചുരിദാറിന്റെ ടോപ്പ് വയ്ക്കാനാണ്. പിന്നെ ഒരു ഗ്രീന്, ഒലിവ് ഗ്രീൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം.
നല്ല ഇത് നല്ല മെറ്റീരിയൽ ആട്ടോ. അതിനേക്കാളും കുറച്ചുകൂടെ നല്ല മെറ്റീരിയൽ നല്ലതാണ്. ഇത് എനിക്ക് തോന്നുന്നു 140 റുപ്പീസ് അല്ലെങ്കിൽ 140 റുപ്പീസ് ആണെന്ന് തോന്നുന്നു. ക്രേപ്പ് മെറ്റീരിയൽ ആണ്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഇതാണ്. ഒലീവ് ഗ്രീനിൽ വൈറ്റ് പ്രിന്റ് വരുന്ന ടൈപ്പ് ക്രേപ്പാണ്. റയോൺ ആണ് മെറ്റീരിയൽ കേട്ടോ, സോറി ക്രേപ്പ് അല്ല, റയോൺ. പിന്നെ ഇതൊരു കോട്ടൺ ആണ്, ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന ചുമ്മാ ഒരു ടോപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വരുന്ന ടൈപ്പ്. ഇതും എനിക്ക് ഇല്ലാത്ത ഷെയ്ഡ് നോക്കിയാണ് ഇത്തവണ ഞാൻ കുറച്ച് ടോപ്സ് എടുത്തത്. പിന്നെ ഇതെനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു പ്രിന്റാണ്. എന്താ പറയുക, എന്താ പേരെനിക്ക് മറന്നു. ബാന്തിനി ചാന്തിനി ഒന്നും അല്ല, ഒന്ന് പോയെണീറ്റ് അതൊന്നും അല്ല. ഇത് വേറെ എന്തോ പ്രിന്റാണ്, എനിക്ക് പേര് മറന്നു. ഇത് ക്രയോൺ ആണ്. ക്രയോൺ അല്ലല്ലോ, റയോൺ മെറ്റീരിയൽ ആണ്. സോറി റയോൺ. ഞാൻ ക്രയോൺ, കുട്ടികളെ വരയ്ക്കുന്ന ക്രയോൺ എന്നാണ്. റയോൺ മെറ്റീരിയൽ ആണ്. ഇത് ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ്. അപ്പം അത് ഒരെണ്ണം എടുത്ത്. പിന്നെ എനിക്ക് ബ്ലൗസിന്റെ ഒരു പീസ് മെറ്റീരിയൽ എടുക്കാനുണ്ടായിരുന്നു, അങ്ങനെ അത് എടുത്തു. പിന്നെ ഇതും അതുപോലെ തന്നെ. ഇത് ഞാൻ എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ എടുത്തു. ബാക്കി ഇനി തച്ച് ഇടുമ്പം നിങ്ങൾക്കറിയാം, എനിക്കും അറിയാം. ഐഡിയ ഒന്നും തോന്നിയില്ല, അങ്ങ് എടുത്തു, അത്രേ ഉള്ളൂ. എന്റെ പാവാട ചിലപ്പം പാവാടയോ ബ്ലൗസോ പണ്ടത്തെ അമ്മച്ചിമാര് പറഞ്ഞ ജമ്പറോ വല്ലതൊക്കെ ഞാൻ തച്ചിടും, അതൊന്നും ഒരു ഇതില്ല. പക്ഷെ ഇത് ഞാൻ ഇത്രയും ടോപ്സിനായിട്ട് എടുത്തതാണ്. ഇത്രയും ഇത് അയച്ചാൽ ഏതാ ഇഷ്ടപ്പെട്ടെ? പച്ചയും കൊള്ളാം, ബ്ലൂവും കൊള്ളാം, എല്ലാം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല, എനിക്ക് ഇല്ലാത്തല്ലേ, വെറൈറ്റി അല്ലേ. എന്നാൽ ഏതായിരിക്കും ടോപ്പ് തച്ചിടുമ്പോ ഏതായിരിക്കും നല്ലതായിരിക്കുന്നത്? ചേന എങ്ങനെ തോന്നുന്നു? ടോപ്പ് എന്ന് വെച്ചാൽ ചുരിദാറിന്റെ ടോപ്പ്. ഇതാണോ? കൊള്ളായിരിക്കില്ലേ? എനിക്ക് ആക്ച്വലി എല്ലാം ഇഷ്ടം. ഞാനെല്ലാം എടുത്ത് എല്ലാം ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇച്ചാന് ഉണ്ടായിരുന്ന ഇച്ചാന്റെ സജഷൻ കൂടെ കിട്ടുമായിരുന്നു, പക്ഷേ ഇച്ചാൻ വന്നില്ല. അപ്പൊ ഞാൻ വെച്ചാൽ എന്തായാലും ഞാൻ എന്റെ എടുത്തോണ്ട് വെച്ചാൽ ഏതെങ്കിലും ഇഷ്ടപ്പെടും. അപ്പൊ ഇതൊക്കെ ഞാൻ ടോപ്പ് തച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്നുള്ളൂ. ഇതെല്ലാം അറൗണ്ട് ഒരു 150-200 റുപ്പീസിനകത്തേ ഉള്ളൂ. റയോൺ കുറച്ച് മെറ്റീരിയൽ. ഇത് 170 ആണ്. ഭയങ്കര അത് അത്ര മെറ്റീരിയൽ കൊള്ളാം, പക്ഷെ ഇത് കുറച്ചുകൂടി നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ. ഇത് മറ്റേ നമ്മുടെ ഗംഗയെ പോലെ അങ്ങനെ തോന്നുന്നുണ്ടോ ഇച്ചാന്? അല്ലിക്ക് ആഭരണം എടുക്കാൻ പോകുന്ന ഗംഗയെ പോലെ തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നും തോന്നിയില്ല. ഞാൻ അങ്ങനെയാണ് ഗൈസ്. എനിക്ക് തുണി എന്നൊക്കെ പറഞ്ഞ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒരു തരം ഭ്രാന്താണ്. ഇങ്ങനെയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഏതെടുക്കണം എന്നൊക്കെ കൺഫ്യൂഷനാണ്. അപ്പം ഇതൊക്കെ ഞാൻ ടോപ്പൊക്കെ തച്ച് നിങ്ങൾക്ക് കാണിക്കാം. അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയണം. അപ്പം ഇപ്പം ഇത്രയേ ഉള്ളൂ. കാരണം നല്ല പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ടാറ്റ, ബൈ ബൈ. പിന്നെ എന്താ ഉള്ളൊഴുക്കല്ലേ സിനിമയുടെ പേര്? ഉള്ളൊഴുക്ക്. ഇനി മറന്നു പോകും ഗൈസ്. അതപ്പം പറ്റുന്നവരൊക്കെ ഒന്ന് പോയി കാണാം. നല്ല അടിപൊളി പടം കേട്ടോ. ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് പോയി കാണാം. ഓക്കെ, ബൈ, ടാറ്റാ.